പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗം ഒരുക്കിയ എല്ലാ സാവകാശങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് പകലിൽ എടുത്തിരിക്കുന്നത്. അവിടെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് വളരെ ആഴത്തിലുള്ള ലോകവുമായും ദൈവവുമായിട്ടുള്ള ബന്ധവും എങ്ങനെ ആയിരിക്കണമെന്ന് ആഴത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപന വാക്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, യേശുവിൻ്റെ കാലഘട്ടങ്ങളിലും പൗലോസിൻ്റെ കാലഘട്ടങ്ങളിലും അനേകർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നവർ ധാരാളം പേര് ഉണ്ടായിരുന്നു. എന്നാൽ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും സ്വർഗീയ ഇഷ്ടത്തിന് ചേരുന്നതായിരുന്നില്ല എന്ന് യേശു ഇവിടെ പറയുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെയുള്ള ഒരു പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ഭൂതങ്ങളെയും പുറത്താക്കുകയും അതുപോലെ പ്രവചിക്കുകയും കൃപാവരങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമോ അത് ചെയ്യാതെ നാം പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ സൗഖ്യം കിട്ടിയതുകൊണ്ട് ഒരിക്കലും ആരും നിത്യതയിൽ പോകത്തില്ല. അടുത്തത് പ്രവചിച്ചതുകൊണ്ട് നിത്യതയിൽ പോകണമെന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവേ എന്ന് പറയുമ്പോൾ തന്നെ വലിയവനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം ഓരോരുത്തരും മാറണം. അതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. മറ്റൊരു വേദഭാഗത്തിൽ വായിക്കുന്ന എന്താ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് ഓരോരുത്തർ ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. 2, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെ തന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. 3, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റുവാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, എൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, എന്നെ ശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാതെയുള്ള നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ഇംഗിതങ്ങൾക്കും ദൈവത്തെ കൊണ്ടുവന്ന് നാം ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പിന്നെയോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നിവിടെ കാണാൻ കഴിയുന്നു. അപ്പം ഇഷ്ടം ചെയ്യുന്നവരായി മാറുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി മാറുക എന്നതാണ് ഇവിടെ ഈ പ്രഖ്യാപനം കൊണ്ട് യേശു അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ വേർതിരിവ്, അതായത് ഈ അതിർരേഖ വിശ്വാസം ഏറ്റുപറയുന്ന സഭയുടെ മധ്യത്തിൽ കൂടി വെളിപ്പെട്ട് വരുമ്പോൾ ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ജീവിത ശൈലികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ, എൻ്റെ കൂടെ വസിച്ചാൽ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നിങ്ങൾ നടന്നാൽ, ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രമാണം, ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ആ ശീലം, അതായത് നടപ്പ് ഇല്ല എങ്കിൽ, ആ പ്രവൃത്തി ശൈലികൾ, വിശ്വാസത്തിന് ഒത്തവണ്ണമുള്ള പ്രവൃത്തി ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ പറയുന്നതായി വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യേക നിലയിലുള്ള പദവിയോ പരിഗണനയോ ഒന്നും ദൈവസന്നിധിയിൽ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ നടന്നിട്ട് ദൈവത്തിൽ നിന്ന് പരിഗണന ലഭിക്കുമെന്ന് ആരും കരുതരുത്. ആ മിഥ്യാധാരണകൾ നാം ദൈവസന്നിധിയിൽ നിന്ന് മാറ്റണം എന്ന് പ്രത്യേകം ഇവിടെ ശിഷ്യന്മാരോട് ഓർപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഒരു പ്രത്യേക പദവി ലഭിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇസ്രായേലുണ്ടായ അതേ പാപത്തിലും നാമും വീണു പോകും എന്ന് ശിഷ്യന്മാരെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോലെ ദൈവവിളിയിൽ വ്യാപരിച്ച് കൃപയെ ദൈവദൃഷ്ടിയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക പദവിക്കായി അവർ സ്വയം തെറ്റിദ്ധരിച്ചു കൊണ്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ കൃപയെ, വിളിയെ അത് നാം നവീകരണ വിശ്വാസം കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക മണ്ഡലത്തിലാക്കുകയും കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് നിറവേറുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവകൃപ നമ്മളിൽ വെളിപ്പെടുന്നത്, ദൈവിക സാന്നിധ്യം നമ്മളിൽ നിറയുന്നത്, നിത്യതയിൽ നമുക്ക് എത്തപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നമുക്ക് ഒരു രോഗസൗഖ്യം തരും ദൈവം, അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് തരും. പക്ഷേ രോഗസൗഖ്യം കൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരവും നിത്യതയുടെ ഭാഗങ്ങളും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ദൈവനാമത്തിനു വേണ്ടി നിലകൊള്ളുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിലായി മാറുക എന്നതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെയുള്ള ഈ വിളി ദൈവത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാത വചനത്തിൽ നിന്നിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറ നാഥ.